ഹലോ ജെഇ ആസ്പിറൻസ് X&Y യൂണിവേഴ്സൽ ജെഇ ചാനൽ ഈ വർഷത്തെ ജെഇ എഴുതാൻ പോകുന്ന സെഷൻ 1 എഴുതാൻ പോകുന്ന കുട്ടികൾക്ക് വേണ്ടി കണ്ടക്ട് ചെയ്യുന്ന IGTS IITians ഗൈഡഡ് ടെസ്റ്റ് സീരീസ് എന്ന് പറയുന്ന ഫ്രീ ടെസ്റ്റ് സീരീസിൻ്റെ ആദ്യത്തെ എക്സാം നാളെ കണ്ടക്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നാളത്തെ എക്സാമിൻ്റെ പ്രത്യേകത നമ്മൾ +1 സിലബസ് മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ടാണ് നാളത്തെ എക്സാം ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് 14th വരുന്ന അടുത്ത എക്സാം +2 സിലബസും 21st വരുന്ന ഫൈനൽ മോക്ക് ടെസ്റ്റിൽ നമ്മൾ കംപ്ലീറ്റ് സിലബസും കവർ ചെയ്യുന്ന രൂപത്തിലാണ് എക്സാമുകൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നാളത്തെ എക്സാമിന് ആക്ച്വലി +1 പഠിക്കുന്ന അതുപോലെ തന്നെ +2 റിപ്പീറ്റേഴ്സൊക്കെ ആയിട്ടുള്ള ഒരുപാട് സ്റ്റുഡൻസ് എന്ത് ചെയ്യുന്നുണ്ട്, എക്സാം അറ്റൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആ ഒരു എക്സാം എങ്ങനെയാണ് അറ്റൻഡ് ചെയ്യേണ്ടത്, അതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, നാളെ എക്സാം കംപ്ലീറ്റ് ആക്കുന്നതിന് മുൻപായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് ആണ് ഈ ഒരു വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. സോ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ എക്സാം എഴുതാനുള്ള എല്ലാ പ്രിപ്പറേഷനിലേക്ക് എത്തുക. ഇനി ഈ ഒരു IGTS 2024 എക്സാമിനെ കുറിച്ച് അറിയാത്ത നിങ്ങളുടെ ജെഇ ആസ്പിറൻസ് ആയിട്ടുള്ള ഫ്രണ്ട്സോ ക്ലാസ്മേറ്റ്സോ ഉണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്ത് എക്സാമിന് വേണ്ടി രജിസ്റ്റർ ചെയ്യാൻ പറയുക. എത്രയും പെട്ടെന്ന് എക്സാമിൻ്റെ ലിങ്കും മറ്റ് കാര്യങ്ങളൊക്കെ വാട്സപ്പിലൂടെ നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ്. എക്സാം രജിസ്ട്രേഷൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ അവൈലബിൾ ആയിരിക്കും. സോ IGTSലേക്ക് കടക്കാം. IITians ഗൈഡഡ് ടെസ്റ്റ് സീരീസ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പേരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു എക്സാമിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത നിങ്ങളൊരു മോക്ക് എക്സാം എഴുതുക എന്നുള്ളത് മാത്രമല്ല, അതിൻ്റെ റിസൾട്ടും ഡീറ്റെയിൽഡ് അനാലിസിസും അതുപോലെ തന്നെ എക്സാമിന് നിങ്ങൾക്ക് എന്തെല്ലാം കാര്യങ്ങൾ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുമായിരുന്നു എന്നുള്ളത് ഒരു ജെഇ ആസ്പിറൻറ്റിൻ്റെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ജെഇ ആസ്പിറൻറ്റിൻ്റെ പെർസ്പെക്റ്റീവിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ബിക്കോസ് വി ആർ പ്രൊവൈഡിങ് ഫ്രീ മെൻറ്റർഷിപ്പ് ബൈ IITians. കറൻ്റ്ലി IITയിൽ ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറും തേർഡ് ഇയറൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ജെഇ ക്ലിയർ ചെയ്തിട്ടുള്ള ജെഇ അഡ്വാൻസ്ഡ് എക്സാം വരെ ക്ലിയർ ചെയ്തിട്ടുള്ള കുട്ടികളുടെ മെൻറ്റർഷിപ്പ് നിങ്ങൾക്ക് ഈ ഒരു ടെസ്റ്റ് സീരീസിൽ ജോയിൻ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഫ്രീ ആയിട്ട് തന്നെ ലഭിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് ഇത് നിങ്ങൾ നിർബന്ധമായിട്ടും മുഴുവൻ കണ്ടതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ, നാളത്തെ എക്സാം എഴുതാൻ പാടുള്ളൂ. സോ നാളെ നടക്കാൻ പോകുന്ന നമ്മുടെ ഫസ്റ്റ് ടെസ്റ്റാണ് January 7th +1 സിലബസ് മാത്രം ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ ഒരു എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. ഓൺലൈനായിട്ടാണ് 3 മണിക്കൂറിൻ്റെ ജെഇ മെയിൻ എക്സാമിൻ്റെ പാറ്റേൺ എന്താണോ ആ സെയിം പാറ്റേണിൽ തന്നെയായിരിക്കും നമ്മൾ നാളത്തെ എക്സാം കണ്ടക്ട് ചെയ്യാൻ പോകുന്നത്. രണ്ടാമത്തെ എക്സാം ഞാൻ പറഞ്ഞ പോലെ തന്നെ 14-ാം തീയതിയാണ്, നെക്സ്റ്റ് സൺഡേ ആണ്. അത് കഴിഞ്ഞിട്ട് 21-ന് ഒരു എക്സാം കൂടെ ഉണ്ടാകും, ഫുൾ സിലബസ് ബേസ് ചെയ്തിട്ടുള്ള. അപ്പോൾ നിങ്ങൾക്കൊരു ലിങ്ക് പ്രൊവൈഡ് ചെയ്താണ്, എക്സാം അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ലിങ്ക് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അത് നിങ്ങൾക്ക് ലാപ്ടോപ്പിലും അതുപോലെ തന്നെ മൊബൈൽ ഫോണിലൊക്കെ ആക്സസ് ചെയ്യാം. പക്ഷേ എപ്പോഴും നമുക്കറിയാം ഒരു ഓൺലൈൻ എക്സാം എഴുതുമ്പോൾ ഏറ്റവും ബെസ്റ്റ് ലാപ്ടോപ്പ് തന്നെയാണ്, അല്ലെങ്കിൽ ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടറുകളാണ്. കാരണം ആ വലിയ സ്ക്രീനിലാണ് നമുക്ക് ആ ഒരു പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ UI ഏറ്റവും ബെസ്റ്റായിട്ട് കാണാൻ കഴിയുക. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടാബുകൾ യൂസ് ചെയ്യാം. മൊബൈലിൽ സ്ക്രീൻ സൈസ് ചെറുതായതുകൊണ്ടുള്ള ലിമിറ്റേഷൻസ് എന്തായാലും ഉണ്ടാകും. സോ പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ലാപ്ടോപ്പിൽ തന്നെ എക്സാം അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. നമുക്കൊരു ആക്ച്വൽ ജെഇ എക്സാം എഴുതുമ്പോൾ നമുക്കറിയാം അതൊരു കമ്പ്യൂട്ടർ സെൻറ്ററിൽ എന്താണ്, ഒരു വലിയ കമ്പ്യൂട്ടറിലാണ് നമ്മൾ എക്സാം എഴുതുക. സോ ആ ഒരു ആക്ച്വൽ എക്സ്പീരിയൻസും നേടിയെടുക്കാൻ എന്താണ് നിങ്ങൾക്ക് IGTS നിങ്ങളെ സഹായിക്കും. സോ ആ ലിങ്ക് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫസ്റ്റ് എൻ്റർ ചെയ്യുന്നത് ഈ രൂപത്തിലുള്ള ഒരു പേജിലേക്കാണ്. IITians ഗൈഡഡ് ടെസ്റ്റ് സീരീസ് സ്റ്റാർട്ട് എക്സാം എന്ന് പറയുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു വെബ് പേജിലേക്കാണ് നിങ്ങൾ ആ ലിങ്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ എത്തുക. സ്റ്റാർട്ട് എക്സാം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ് നിങ്ങൾക്ക് അതിൽ കാണാൻ പറ്റുന്ന ഇൻഫർമേഷൻസ്. അപ്പോൾ നിങ്ങൾ എക്സാം അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് എക്സാം സ്റ്റാർട്ട് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ 3 ഡീറ്റെയിൽസ് നിങ്ങൾ നിർബന്ധമായിട്ടും ഫില്ല് ചെയ്യണം. നിങ്ങളുടെ പേര്, ഇമെയിൽ ID, അതുപോലെ തന്നെ ഫോൺ നമ്പർ. ഈ 3 കാര്യങ്ങളും ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ കറക്റ്റ് ടൈം ആകുന്ന സമയത്ത് എന്ത് ചെയ്യാൻ പറ്റും, ഈ എക്സാം സ്റ്റാർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ എത്തും. ഓക്കെ, അപ്പോൾ അങ്ങനെ അത് ഫില്ല് ചെയ്തിട്ട് നമ്മൾ നെക്സ്റ്റ് പേജിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിതാ ഈ ഒരു ഇൻസ്ട്രക്ഷൻസ് പേജ് ഇവിടെ കാണാൻ പറ്റും. സോ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. കറക്റ്റ് ആൻസറിന് +4 മാർക്കും അതുപോലെ റോങ് ആയി കഴിഞ്ഞാൽ -1 മാർക്കും കിട്ടും എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. ആൻഡ് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്, ഓൺലൈൻ എക്സാം ആയതുകൊണ്ട് നമ്മൾ ഇൻ്റർനെറ്റ് കണക്ഷൻ പ്രോപ്പർ ആണെന്ന് ഉറപ്പുവരുത്തണം. ഇതിനിടയ്ക്ക് ഡിസ്ട്രാക്ഷൻസ് ഒന്നും ഉണ്ടാകാൻ പാടില്ല. ആക്ച്വലി നിങ്ങൾ എങ്ങനെയാണോ ജെഇ മെയിൻ എഴുതാൻ പോകുന്നത് അതേ സീരിയസ്നെസ്സോട് കൂടിയിട്ട് 3 മണിക്കൂർ ഈ ഒരു എക്സാമിന് വേണ്ടി മാറ്റി വെച്ചുകൊണ്ട് വേറെ ഒരു ഡിസ്ട്രാക്ഷൻസും ഇല്ലാതെ തന്നെ ഈ എക്സാം എന്ത് ചെയ്യണം, കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ ഇതെല്ലാം വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഐ ആം റെഡി ടു ബിഗിൻ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി നമുക്ക് എക്സാം സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഇത് ആക്ച്വലി ലാപ്ടോപ്പിലുള്ള നമ്മുടെ വെബ്സൈറ്റിലുള്ള വ്യൂ ആണ് നിങ്ങൾ ഈ കാണുന്നത്. അപ്പോൾ നമ്മുടെ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസ് ഇതാ 6 സെക്ഷൻസ് ആയിട്ടാണ് നിങ്ങൾക്ക് കൊടുത്തിട്ടുള്ളത്. ഫിസിക്സിലെ MCQs 20 ക്വസ്റ്റ്യൻസും അത് കഴിഞ്ഞ് ന്യൂമറിക്കൽ 10 ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. അതിൽ 5 അറ്റൻഡ് ചെയ്താൽ മതി, ആക്ച്വൽ ജെഇ പോലെ തന്നെ. സിമിലർലി കെമിസ്ട്രിയിലും മാത്തമാറ്റിക്സിലൊക്കെ ഡിഫറെൻറ്റ് സെക്ഷൻസ് ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു സെക്ഷനിൽ നിന്നും അടുത്ത സെക്ഷനിലേക്ക് സ്വിച്ച് ചെയ്യാൻ നിങ്ങൾക്ക് വളരെ എളുപ്പമായിരിക്കും. ഇത് ആക്ച്വൽ എന്താണ്, NTA മോഡൽ പ്ലാറ്റ്ഫോം തന്നെയാണ്. സോ ക്വസ്റ്റ്യൻസിൻ്റെ 4 ഓപ്ഷൻസിൽ നിങ്ങൾക്ക് കറക്റ്റ് ആൻസറായി തോന്നുന്നത് എന്ത് ചെയ്യുക, സെലക്ട് ചെയ്യുക. അതിൻ്റെ താഴെ നിങ്ങൾക്ക് മാർക്ക് ഫോർ റിവ്യൂ ആൻഡ് നെക്സ്റ്റ് എന്നുള്ള ഓപ്ഷൻ കാണും. അപ്പോൾ അത് എന്തിനു വേണ്ടിയിട്ടാണ് മാർക്ക് ഫോർ റിവ്യൂ സെലക്ട് ചെയ്യുന്നത്, നിങ്ങൾക്ക് വീണ്ടും ഈ ഒരു ക്വസ്റ്റ്യൻ
റീവിസിറ്റ് ചെയ്യണം എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, മാർക്ക് ഫോർ റിവ്യൂ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യേണ്ടത്. ഇനി കൊടുത്തിട്ടുള്ള ഓപ്ഷൻ ക്ലിയർ ചെയ്യണം, നിങ്ങൾക്ക് ഈ ആൻസർ ഈ ക്വസ്റ്റ്യൻ ചെയ്യേണ്ട എന്നുണ്ടെങ്കിൽ ക്ലിയർ റെസ്പോൺസ് യൂസ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുമ്പോഴാണ് ആ എക്സാം ആക്ച്വലി ആ ക്വസ്റ്റ്യൻ അതിൻ്റെ ആൻസർ എന്ത് ചെയ്യാൻ പോകുന്നത്, സേവ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ കാണുന്ന ഈ ഒരു ഐക്കൺ ഗ്രീൻ കളറായിട്ട് മാറും, ആൻസേർഡ് എന്നുള്ള രൂപത്തിലേക്ക് മാറും. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് മാർക്ക് ചെയ്ത് വെക്കാം, ആൻസർ ചെയ്തതിന് ശേഷം വേണമെങ്കിൽ മാർക്ക് ചെയ്ത് വെക്കാം. അങ്ങനെ മാർക്ക് ഫോർ റിവ്യൂ കൊടുത്തു കഴിഞ്ഞാലാണ് ഈ ഒരു പർപ്പിൾ കളറിലുള്ള ലോഗോ അല്ലെങ്കിൽ ആ ഒരു ഐക്കൺ ആ കളറിലേക്ക് മാറുക. തീരെ ആൻസർ ചെയ്യാത്ത ചോദ്യങ്ങൾ എംറ്റി, ഒരു കളറും ഇല്ലാത്ത രൂപത്തിൽ എന്ത് ചെയ്യും, അല്ലെങ്കിൽ വൈറ്റ് കളറായിട്ട് നോട്ട് വിസിറ്റഡ് എന്നുള്ള രൂപത്തിൽ ഇവിടെ ഉണ്ടാകും. സോ ഇതാണ് നമ്മുടെ എക്സാമിൻ്റെ പേജ് വരാൻ പോകുന്നത് ലാപ്ടോപ്പുകളിൽ. ഈ 6 സെക്ഷൻസിൽ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നാവിഗേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. ടോട്ടൽ 90 ചോദ്യങ്ങളുണ്ട്, അതിൽ 75 ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്താൽ മതി. നമുക്കറിയാം 300ലാണ് നമ്മുടെ ഫൈനൽ സ്കോർ വരാൻ പോകുന്നത്. അങ്ങനെ എല്ലാ ക്വസ്റ്റ്യൻസും കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ടൈമർ ഇവിടെ കാണാം. റൈറ്റ് ടോപ്പിൽ നമുക്ക് 180 മിനിറ്റ്സ് ആണ് ടോട്ടൽ ടൈം, അത് നിങ്ങൾക്ക് അവിടെ കാണാവുന്നതാണ്. പിന്നെ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറഞ്ഞിട്ടൊരു സെക്ഷൻ ഉണ്ട്. മൊത്തം ക്വസ്റ്റ്യൻസും ഒരുമിച്ച് കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷനാണ്. നിങ്ങൾക്ക് സെക്ഷനിലേക്ക് ജമ്പ് ചെയ്യുന്നതിന് പകരം 90 ക്വസ്റ്റ്യൻസും ഒരുമിച്ച് കാണാനുള്ള ഓപ്ഷനാണ്. വേണമെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്താൽ മതി. ആൻഡ് ഫൈനലി സബ്മിറ്റ് എക്സാം. എല്ലാം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം, സബ്മിറ്റ് എക്സാം ക്ലിക്ക് ചെയ്യണം. അത് കഴിയുമ്പോൾ നിങ്ങളോട് എന്ത് ചോദിക്കും, സബ്മിറ്റ് എക്സാം ചെയ്യണോ വേണ്ടോ എന്ന് ചോദിക്കും. അങ്ങനെ എൻ്റെ എക്സാം കൊടുത്തതിന് ശേഷം മാത്രമാണ് നിങ്ങളുടെ എക്സാം എന്ത് ചെയ്യുള്ളൂ, റെക്കോർഡ് ചെയ്യപ്പെടുള്ളൂ. ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഇത് നമ്മുടെ ഫസ്റ്റ് സെക്ഷനാണ് MCQs. രണ്ടാമത്തെ സെക്ഷനിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ന്യൂമറിക്കൽ ടൈപ്പ് ഓഫ് ചോദ്യമാണ് വരിക. അതിലിതാ നമ്പർ എൻ്റർ ചെയ്യാനുള്ള ഒരു വിൻഡോ അവിടെ ഉണ്ടായിരിക്കും. അതിന് ഡെസിമൽ ആവട്ടെ, ഇൻറ്റിജർ ആവട്ടെ, എന്താണോ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ആൻസർ അത് നിങ്ങളിവിടെ എൻ്റർ ചെയ്തിട്ട് എന്ത് ചെയ്താൽ മതി, സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുത്താൽ മതി. ക്ലിയർ ആയല്ലോ? ഇവിടെ 8 ആണോ 9 ആണോ അല്ലെങ്കിൽ 10.5 ആണോ എന്ത് തന്നെ ആവട്ടെ ആൻസർ, ആ ആൻസർ അവിടെ ആ ഒരു വിൻഡോയിൽ എൻ്റർ ചെയ്തതിന് ശേഷം സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്ത ചോദ്യത്തിലേക്ക് മൂവ് ചെയ്യാം. ഇങ്ങനെ ഈ ഒരു 6 സെക്ഷൻസ് ആക്കിയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഈസിലി നിങ്ങൾക്ക് ഇത് നാവിഗേറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. എൻ്റെ എക്സാം കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ എക്സാം റെക്കോർഡായി 3 മണിക്കൂറാണ് ടോട്ടൽ ടൈം. ആ കാര്യം മറന്നു പോകണ്ട. ഇനി സെയിം ടെസ്റ്റ് തന്നെ മൊബൈൽ ഫോണിൽ അറ്റൻഡ് ചെയ്യുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് കൂടി വേണ്ടിയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് ആണ് ഞാൻ പറയാൻ പോകുന്നത്. സോ മൊബൈൽ ഫോണിൽ നമ്മൾ ലിങ്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ വെബ്സൈറ്റിൽ നമ്മൾ കണ്ട ആ പേജിൻ്റെ അതിൻ്റെ മൊബൈൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള പേജായിട്ട് അത് മാറുകയുള്ളൂ. വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല. അവിടെ നിങ്ങൾക്ക് സ്റ്റാർട്ട് എക്സാം എന്നുള്ള ഫസ്റ്റ് സെക്ഷൻ ആ ഒരു ഐക്കൺ അവിടെ കാണാം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ 3 ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യുക. ഇവിടെ സ്റ്റാർട്ട് എക്സാം എന്നുള്ള ഐക്കൺ വന്നിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്യുന്നതോട് കൂടിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഈ ഇൻസ്ട്രക്ഷൻ പേജിലേക്ക് പോകും. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഐ ആം റെഡി ടു ബിഗിൻ ദി എക്സാം എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻസിലേക്ക് എത്തും. ഓക്കെ, അപ്പം സെക്ഷൻസ് മൊബൈൽ ഫോണിലാകുമ്പോൾ സെക്ഷൻസ് ഈ ടോപ്പ് സൈഡിൽ നമുക്ക് 6 സെക്ഷൻസ് കാണാം. അവിടെ ടച്ച് ചെയ്തുകൊണ്ട് നമുക്ക് ഏത് സെക്ഷൻസിലേക്ക് വേണമെന്നുണ്ടെങ്കിലും നാവിഗേറ്റ് ചെയ്യാം. പിന്നീട് നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള മാർക്ക് ഫോർ റിവ്യൂ, സേവ് ആൻഡ് നെക്സ്റ്റ് ഓപ്ഷനൊക്കെ എത്തുന്നത് എപ്പോഴാണ്, സേവ് ആൻഡ് നെക്സ്റ്റ് ഓപ്ഷനൊക്കെ എത്തുമ്പോൾ താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോഴാണ്. അപ്പോൾ 2 സെക്ഷൻസ് നേരത്തെ കണ്ടതുപോലെ തന്നെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസിൻ്റെ രൂപം ഇതാണ്. അത് കഴിഞ്ഞ് ന്യൂമറിക്കൽ സെലക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ മൊബൈൽ ഫോണിലും നമ്പർ അല്ലെങ്കിൽ ഇൻറ്റിജർ ആണോ ഡെസിമൽ ആണോ അത് എൻ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് എൻ്റർ ചെയ്യുക. ആൻഡ് നിങ്ങൾക്ക് കാണാവുന്നൊരു കാര്യം, ഇവിടെ ലെഫ്റ്റ് സൈഡിൽ നമുക്കൊരു 3 ലൈൻസ് കാണാം. ഓക്കെ, ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ലെഫ്റ്റ് ടോപ്പിലായിട്ട് 3 ലൈൻസ് കാണാം. മൊബൈൽ ഫോണിൻ്റെ കാര്യമാണ്. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് ടോട്ടൽ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസിൻ്റെ ആ ഒരു എണ്ണവും അതിൻ്റെ ലേ ഔട്ടും, അതുപോലെ തന്നെ ഏതൊക്കെ ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾ മാർക്ക് ചെയ്തത്, ഏതൊക്കെ ക്വസ്റ്റ്യൻ റിവ്യൂവിന് വെച്ചിട്ടുണ്ട്, ഏതൊക്കെ ക്വസ്റ്റ്യൻ ആൻസേർഡ് അല്ല എന്നുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാൻ പറ്റും. ഈ റെഡ് കളറിലുള്ളതാണ് നിങ്ങൾ ക്വസ്റ്റ്യൻ കണ്ടിട്ടും ആൻസർ ചെയ്യാത്തത്. ക്വസ്റ്റ്യൻ തീരെ വിസിറ്റ് ചെയ്യാത്തതാണ് വൈറ്റ് കളറിൽ ഉണ്ടാവുക, നോട്ട് വിസിറ്റഡ്. അപ്പോൾ അതൊക്കെ ഏതൊക്കെയാണെന്ന് അറിയാനുള്ള ആ ഒരു ടോട്ടൽ ക്വസ്റ്റ്യൻസിൻ്റെ ലേ ഔട്ട് വരുന്നത് മൊബൈൽ ഫോണിൽ ഈ ഒരു 3 ലൈൻസ് എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷൻസിലാണ് എന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. എന്നിട്ട് നമ്മൾ പേജ് ഒന്ന് താഴേക്ക് സ്ക്രോൾ ചെയ്താൽ നമ്മുടെ ഹാൻഡ് കൊണ്ട് തന്നെ ഫിംഗർ കൊണ്ട് തന്നെ താഴേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ മറ്റു ഓപ്ഷൻസും കാണാം. ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ റെഡി ആണെന്നുണ്ടെങ്കിൽ, സെറ്റ് ആണെന്നുണ്ടെങ്കിൽ സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുത്ത് മുന്നോട്ട് പോകാം. മാർക്ക് ഫോർ റിവ്യൂ ആൻഡ് നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അത് പിന്നീട് വന്നിട്ട് ചെയ്ത് നോക്കാനുള്ള ഒന്നുകൂടെ വിസിറ്റ് ചെയ്യാനുള്ള ചോദ്യങ്ങളാണ്. ആൻഡ് ക്ലിയർ റെസ്പോൺസ് എന്തിനു വേണ്ടിയിട്ടാണെന്ന് അറിയാലോ, നിങ്ങൾക്കൊരു ഓപ്ഷൻ കൊടുത്തു പക്ഷേ ആൻസർ ചെയ്യേണ്ട എന്നാണ് നിങ്ങളുടെ തീരുമാനം എന്നുണ്ടെങ്കിൽ ക്ലിയർ റെസ്പോൺസ് കൊടുക്കാം. ആൻഡ് സബ്മിറ്റ് എക്സാം ഏറ്റവും അവസാനം എല്ലാം ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് സബ്മിറ്റ് എക്സാം കൊടുക്കേണ്ടത്. അപ്പോൾ എൻ്റെ എക്സാം എന്നുള്ള ഒരു ചോദ്യം കൂടെ വരും. അത് എൻ്റെ ചെയ്തതോടുകൂടി എക്സാം നിങ്ങളുടെ എന്താകും, കംപ്ലീറ്റ് ആകും. അപ്പോൾ ഇതാണ് മൊബൈൽ ഫോണിൽ അറ്റൻഡ് ചെയ്യേണ്ട മെത്തേഡ്, അതുപോലെ തന്നെ ലാപ്ടോപ്പിലും അറ്റൻഡ് ചെയ്യേണ്ട മെത്തേഡ്. അപ്പോൾ ഓൾറെഡി നിങ്ങളെല്ലാവരും എന്താണ് ഓൺലൈൻ എക്സാമുകളും അതുപോലെ തന്നെ മോക്ക് എക്സാമുകളൊക്കെ അത്യാവശ്യം എഴുതി എക്സ്പീരിയൻസ് ഉള്ള ആളുകൾ തന്നെ ആയിരിക്കും. സോ പേടിക്കാനൊന്നുമില്ല. നിങ്ങൾ എന്ത് ചെയ്താൽ മതി, നിങ്ങളുടെ ഇൻ്റർനെറ്റ് കണക്ഷനും അത്തരം കാര്യങ്ങളൊക്കെ ഡിവൈസൊക്കെ പ്രോപ്പറാണ്, 3 മണിക്കൂറിൻ്റെ ഇടയ്ക്ക് ബ്രേക്ക് ഒന്നുമില്ല എന്നുള്ള കാര്യങ്ങൾ ഉറപ്പുവരുത്തിയാൽ മതി. ആൻഡ് ഫൈനലി നിങ്ങളോട് പറയാനുള്ളത്,
ഓൾ ദ ബെസ്റ്റ് ആണ്. സോ പ്ലസ് വണ്ണിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആകും. നിങ്ങളുടെ സിലബസ് മാത്രം ബേസ് ചെയ്തുകൊണ്ടുള്ള എക്സാം ആണ്. ആൻഡ് അപ്ഡേറ്റഡ് സിലബസ്, നമ്മൾ മുഴുവൻ NCERT അല്ല, JEE മെയിൻ്റെ അപ്ഡേറ്റഡ് സിലബസ് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അതും ആക്ച്വൽ JEE മെയിൻ ലെവൽ തന്നെ. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് നല്ലൊരു എക്സ്പീരിയൻസ് നേടിയെടുക്കുക. ആൻഡ് ഇതിൻ്റെ ഏറ്റവും ബെസ്റ്റ് പാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എക്സാം കഴിഞ്ഞിട്ടുള്ള ഇതിൻ്റെ റിസൾട്ട് അനാലിസിസും അതുപോലെ തന്നെ IITiansൻ്റെ മെൻറ്റർഷിപ്പുമാണ്. അപ്പോൾ ഈ എക്സാം വന്നു കഴിഞ്ഞാൽ അത് സക്സസ്ഫുൾ ആയിട്ടുള്ള ഇതുപോലത്തെ ഒരു എക്സാം എഴുതി വിജയിച്ച ആളുകളുടെ ഒരു പെർസ്പെക്റ്റീവ്, ഓരോ ക്വസ്റ്റ്യൻസും നമുക്ക് എങ്ങനെ ചെയ്യാമായിരുന്നു, കുറച്ചുകൂടെ ഫാസ്റ്റ് ആൻഡ് എഫിഷ്യൻ്റ് ആയിട്ട് ടൈം എങ്ങനെ മാനേജ് ചെയ്യാം, അങ്ങനെ ഫിസിക്സിലും കെമിസ്ട്രിയിലും മാത്സിലും എക്സ്പേർട്ടുകളായിട്ടുള്ള IITiansൻ്റെ മെൻറ്റർഷിപ്പ് നിങ്ങൾക്ക് സൂം സെഷൻസ് ആയിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. സോ വൺസ് അഗെയിൻ വിഷ് യു ഓൾ ദ ബെസ്റ്റ്. ഈ ഒരു എക്സാമിനെ കുറിച്ച് അറിയാത്ത നിങ്ങളുടെ JEE ആസ്പിറൻസ് ആയിട്ടുള്ള ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ വീഡിയോ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. എക്സാമിന് ഇനിയും രജിസ്റ്റർ ചെയ്യാൻ സമയമുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും കമൻറ്റിലും ഒക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട്. ഓക്കെ, സോ എല്ലാവരും എക്സാം അറ്റൻഡ് ചെയ്യാം. എക്സാമിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് കൃത്യമായിട്ട് പ്രൊവൈഡ് ചെയ്യും. ആൻഡ് ബാക്കി നമുക്ക് എക്സാം കഴിഞ്ഞതിന് ശേഷം നാളെ ഈവനിങ് വരെയാണ് സമയമുള്ളത്. അതിന് മുൻപ് തന്നെ കംപ്ലീറ്റ് ചെയ്യാം. അതിനുശേഷം റിസൾട്ട് അനാലിസിസും മറ്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഗുഡ് ബൈ.